എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ശർക്കര വരട്ടിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ശർക്കര വരട്ടി തയ്യാറാക്കാം. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ കടയിൽ നിന്നൊന്നും വാങ്ങാതെ വീട്ടിൽ പച്ച ഏത്തക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ റെസിപ്പി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. കൂടാതെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ശർക്കര വരട്ടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത്തക്കായ എടുക്കുമ്പോൾ കുറച്ച് മൂപ്പുള്ള ഏത്തക്കായ നോക്കി എടുക്കുക, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു 2 പച്ച ഏത്തക്കായയുടെ അളവിനാണ് ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് മുന്നേ കുറച്ചധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഒരു 2 ഏത്തക്കായയുടെ അളവിനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത്തക്കായ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തോലൊന്ന് പൊളിച്ച് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം ഒന്ന് നെടുകെ ഒന്ന് കീറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ തോല് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾ വെള്ളത്തിലേക്കായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞളും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കലക്കി എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കായ ഇതിനകത്തേക്ക് ഇട്ട് വെച്ചേക്കാം. ഇതിനൊരു 10 മിനിറ്റ് ഇതിനകത്ത് കിടന്നോട്ടെ. അതിനകത്ത് കറയൊക്കെ നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 10 മിനിറ്റ് ഇതിനകത്ത് ഇട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ നിന്ന് ഈ കായ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒരു ചകിരിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത നമ്മൾ പാത്രം കഴുകുന്ന പുതിയ സ്ക്രബ്ബർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞെടുക്കുക. എന്നിട്ട് ഒന്ന് കഴുകിയെടുക്കുക. അതിന് ശേഷം ഒരു തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ വെച്ചിട്ട് ഇത് നന്നായിട്ട് തുടച്ചെടുക്കുക. വെള്ളത്തിൻ്റെ അംശമില്ലാതെ വേണം നമ്മളിത് എടുക്കാനായിട്ട്. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് വറുക്കാനിടുന്ന സമയത്ത് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം കളഞ്ഞതിന് ശേഷം മാത്രം അത് എടുക്കുക. അപ്പോൾ ഇനി ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇത് കറയൊക്കെ കളഞ്ഞ് തുടച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് തുടച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കത്തി എടുത്തിട്ട് ഒരു കായ ഇതേപോലെ ഒന്ന് ആദ്യം നടുകെ കീറി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മളിത് വറുക്കുന്ന സമയത്ത് തിക്നെസ് കുറഞ്ഞത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു 1/4 ഇഞ്ച് കനത്തിൽ നമുക്കിത് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാൻ 2 കായയും ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓണാക്കി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ കഷ്ണങ്ങൾ കുറേശ്ശെ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു 2 ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ. ചെറിയ ചട്ടി ആയതുകൊണ്ട് കുറച്ചേ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മളിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നന്നായിട്ട് പതയൊക്കെ ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് ഈ പതയൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു കിലുകിലാ സൗണ്ട് വരും. അതുവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കായ വറുക്കുമ്പോൾ മഞ്ഞ കളറിലാണ് നമ്മൾ വറുത്ത് കോരാറ്. പക്ഷേ നമ്മൾ ശർക്കര വരട്ടിക്ക് എടുക്കുമ്പോൾ ഇത് ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വേണം വറുത്ത് കോരാൻ. എന്ന് വെച്ചിട്ട് വല്ലാതെ അങ്ങോട്ട് കരിഞ്ഞു പോകരുത്. ചെറുതായിട്ടൊന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇതേപോലെ ബാക്കിയിരിക്കുന്നത് വറുത്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഫുള്ള് ഏത്തയ്ക്ക ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ശർക്കര വരട്ടിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 അച്ച് ശർക്കര 1 കപ്പ് വെള്ളത്തിൽ പാനിയാക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ശർക്കരയ്ക്ക് അധികം മധുരം ഉണ്ടായിരുന്നില്ല, അധികം നിറവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർക്കുന്നത്. നമ്മൾ പഞ്ചസാര ചേർക്കുമ്പോൾ നന്നായിട്ട് ഒരു കളർ കിട്ടും നമ്മുടെ ശർക്കര വരട്ടിക്ക്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് നല്ല കറുത്ത കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു നൂൽപ്പരുവുണ്ടല്ലോ അതുവരെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അടുപ്പിച്ച് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ മുഴുവനും ചേർക്കുന്നില്ല, നമുക്ക് നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം നമുക്കൊരു 1/4 കപ്പ് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്
ഏലക്കയും ചുക്കും ജീരകവും കൂടി മിക്സിയിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിൽ വളരെ ചെറിയൊരു കഷ്ണം ചുക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, പിന്നെ ഒരു 5-6 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു നുള്ള് നല്ല ജീരകവും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാനും കൂടി മിക്സിയിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മൾ മുഴുവൻ ചേർക്കുന്നില്ല, നമുക്ക് നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ അതവിടെ ഏകദേശം ഒറ്റനൂൽപ്പരുവാകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളത് റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക, അതിൽ നമ്മൾ 1-2 ഡ്രോപ്പ് ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക. അപ്പോൾ അത് അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകം മതി നമുക്ക്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഏത്തക്കയുടെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ശർക്കര പാനിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിലൊന്നും വെച്ചേക്കരുത്, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കരിഞ്ഞു പോകും, അപ്പോൾ കയ്പ്പ് ടേസ്റ്റായി പോവും. അപ്പോൾ അതവിടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കയും ചുക്കും ജീരകമൊക്കെ പൊടിച്ച് വെച്ചില്ലേ, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുഴുവനും ചേർത്തിട്ടില്ല. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നമുക്കൊരു ഫ്ലേവർ വരുമല്ലോ, അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ തന്നെ ഇത് വെവ്വേറെ വരാൻ തുടങ്ങുന്നുണ്ട്. എന്നാലും ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് ഒരു അരിപ്പ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇതിനകത്ത് പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ പൊടി വേണമെങ്കിൽ നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഇതിപ്പോൾ ഒരു ചെറിയൊരു സദ്യക്ക് ഇത്രയൊക്കെ മതിയാവും. ഒരു 2 കായം കൊണ്ട് നമുക്ക് ശർക്കര വരട്ടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടുതൽ എമൗണ്ട് എടുക്കുക, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. സദ്യ വിഭവങ്ങളിൽ എന്തായാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് നമ്മുടെ ശർക്കര വരട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്